ബൾബിലെ ഗണപതി. ബൾബിലെ ഗണപതി ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. ഇത് നമ്മുടെ ബൾബ് വെച്ചിട്ട്, ഇതും ബൾബ് വെച്ച് മറ്റൊരു ആന അല്ലേ? അതിന് പേരുണ്ടല്ലോ, അതിന് പാമ്പാടി രാജൻ. പാമ്പാടി രാജനാണ് കേട്ടോ, കണ്ടില്ലേ? വലുതാണ്. അതെ അതെ, നമ്മുടെ വീട്ടിലെ പാമ്പാടി രാജൻ. അത് നമ്മുടെ വീട്ടിലെ പാമ്പാടി രാജൻ. അത്രേ. അതുപോലെ ബൾബ് വെച്ചിട്ട് തന്നെയാണ് ക്രിസ്മസ്. എല്ലാരും ഉണ്ട്. ഒരു മതസൗഹാർദ്ദത എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിസ്തയുടെ ഷെല്ലാണിത്. നമ്മൾ പിസ്ത കഴിച്ചിട്ട് അതിന്റെ തോട് ദൂരെ കളഞ്ഞു, നിങ്ങൾ ശേഖരിച്ചു വെച്ചു. അത്രയുള്ള വ്യത്യാസം. എന്താണ് നെറ്റിപ്പട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു? ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ ഡെസ്ക് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ല ചേർത്തലയില് പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. പുത്തനങ്ങാടിയിലെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ ഒരു ആട്ടിൻകൂട് ആർട്ട് ഗ്യാലറി ആക്കിയ സൗമ്യ എന്ന് പറഞ്ഞൊരു കലാകാരിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് സൗമ്യ. സൗമ്യ വലിയൊരു കലാകാരിയാണ്. കാരണം അത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം സൗമ്യയുടെ ആ ഒരു ഐഡിയ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഇന്നത്തെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ സൗമ്യയുടെ നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, സൗമ്യ ഇത് എപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത്? എപ്പോഴാണ് സൗമ്യക്ക്? ഞാൻ കുട്ടിക്കാലം മുതൽ ചെയ്യുന്നുണ്ട്. കളിമണ്ണിലും കാർബോർഡിലൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പൊ ലോക്ക്ഡൌണിന് മുന്നേ അതിനു മുമ്പ് ചെയ്തിരുന്നു. 2 വർഷമായിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ലോക്ക്ഡൌൺ ടൈമിലാണ് കൂടുതലായിട്ട് അതായത് ബൾബ്, ചിരട്ട അതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയതല്ലേ? ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും ഇതിപ്പോ ഇങ്ങനെ ഒരു തുടങ്ങിയിട്ട്? ചെയ്തു തുടങ്ങിയിട്ട് 2 വർഷത്തോളായി. 2 വർഷത്തോളം. ശരിക്കും ഇത് ആട്ടിൻകൂടായിരുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പാഴ്വസ്തുക്കളാണ്. പാഴ്വസ്തുക്കള് ആണ് എല്ലാം. ഒരു 99% പാഴ്വസ്തുക്കൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, ഏതാണ്? പ്ലാസ്റ്റിക്കുകളാണോ, കുപ്പി, ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്? പ്ലാസ്റ്റിക് അല്ല, കൂടുതൽ ഈ മറ്റേ ഗ്ലാസ് ബോട്ടില്, ട്യൂബ് ലൈറ്റ്, ബൾബ്, ചിരട്ട, കാർഡ്ബോർഡ് പീസ് അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെ അതിന് നമ്മള് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് നമ്മള് മോൾഡിറ്റി ക്ലേ, അക്രിലിക് പെയിന്റ്, സ്പ്രേ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ പെയിന്റിങ് മറ്റു കുറച്ച് നമ്മുടെ എന്താ പറയാ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതിപ്പോ ഈ നെറ്റിപ്പട്ടമൊക്കെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതാണ് അല്ലെ? ഈ നെറ്റിപ്പട്ടം ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, നെറ്റിപ്പട്ടം നമുക്ക് ചുമ്മാ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ? അതിനെന്തോ ഒരു വാസ്തു പോലെ എന്തോ ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞുതരാം. ഇത് സൗമ്യ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് അല്ലെ? ഇതൊരു നെറ്റിപ്പട്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നെറ്റിപ്പട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. അതെ, എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. ഇത് നമ്മള് ത്രിമൂർത്തികളുടെ സങ്കല്പം അനുസരിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ത്രിമൂർത്തികളാണ് കേട്ടോ. ആദ്യം നമ്മളിവിടെ ഗണപതിനെ വെച്ചുകൊണ്ടാണ് ഇത് ആദ്യം ഗണപതി എന്നുള്ള രീതിയിൽ. ഇത് ത്രിമൂർത്തികള്, ഇത് ചന്ദ്രകല, പിന്നെ ലക്ഷ്മി, പാർവതി, സരസ്വതി, പിന്നെ ഈ സൈഡിൽ നവഗ്രഹങ്ങള്, അഷ്ടവസ്തുക്കള്, മുകളില് സപ്തഋഷിമാരും, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ഋഷിമാരും വരും. അപ്പൊ നമുക്ക് ഈ ഫീറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഒറ്റ സംഖ്യയിലാണ്. ഒരു സൈഡില് 5, 7, 9 ആ ഒരു കണക്കിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഫീറ്റ് കൂടുന്നതോറും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഒരു നെറ്റിപ്പട്ടം ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ? പ്രധാനമായിട്ട് ഒറ്റ സംഖ്യ എന്നുള്ള ഒരു അനുപാതത്തിലാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രീയ രഹസ്യം എന്നാണ് പറയാല്ല. രഹസ്യമല്ല, അറിവുള്ളവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഇല്ല, നമ്മളതിന് കാരണം നമ്മളിത് ചെയ്തു കൊടുക്കുമ്പോൾ ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അതെ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ സൗമ്യ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് സൗമ്യ ചെയ്തേക്കുന്ന വർക്കുകൾ എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ആ ഒരു ഐഡിയയിലേക്ക് വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സൗമ്യ ആദ്യം ചെയ്തു തുടങ്ങിയത് ഏത് ഐറ്റംസ് ആണ് ആദ്യം ചെയ്തു തുടങ്ങിയത്? ബോട്ടിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ആദ്യമായിട്ട്. ത്രെഡ് വർക്കാണ് അല്ലേ? ഇത് ഈ ബോട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്. നമ്മൾ ചെയ്ത് പഠിച്ചതാണ്, കണ്ട പഠിച്ചതാണെന്ന് പറയത്തില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൂല് സാധാരണ നമ്മുടെ നൂലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൂളൻ ത്രെഡ്. വൂളൻ ത്രെഡ്. ഓക്കെ ഓക്കെ.
ഓക്കെ. പിന്നെ ഏതാണ്? അതുപോലെ ത്രെഡ് വർക്ക് ആണ് കൂടുതലും ആദ്യ കാലങ്ങളിൽ ആക്രിലേക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. അതല്ലേ. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ഈ ബോട്ടിലുകളെല്ലാം ത്രെഡ് വർക്ക്. ഇതൊക്കെ ത്രെഡ് വർക്ക്. വേറൊരു എന്താണ് ഒരു മാർബിൾ ഒരു എന്താ പറയാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതല്ലേ? ഇത് നമ്മള് ഇതിപ്പോ എല്ലാരും ചെയ്യുന്നതാണ്. നമ്മള് ചെറിയ A4 ഷീറ്റിന്റെ പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മള് ഈ ഇതുപോലത്തെ കളറിലിട്ട് വയ്ക്കും. എന്നിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിനു ശേഷം അതിന്റെ സൈഡ് ഒന്ന് കരിച്ചു കൊടുക്കും. കഴിച്ചു കൊടുത്തിട്ട് ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിൽ വൈറ്റ് പെയിന്റ് അടിക്കും. വീഡിയോസിൽ നമ്മൾ പല വീഡിയോസിലും പലരും ചെയ്യുന്നു. ആ ഒരു ടെക്നിക്ക് അത് തന്നെയാണ് അല്ലേ? പിന്നെ എല്ലാം നമ്മുടെ ഐഡിയ ആണ്. ഏത് കളർ എല്ലാരും ആദ്യമായിട്ട് ചെയ്തോണ്ട് ഈ കാപ്പിപ്പൊടിയിൽ സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഒരു പഴയൊരു രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരും, ഷെയ്ഡ് വരും. പിന്നെ ഞാനാണ് ഇതുപോലെ കളർ ചേഞ്ച് അങ്ങനെ ചെയ്ത് നോക്കി. അതെന്തായാലും കൊള്ളാം. നല്ലൊരു ഇതൊക്കെ അതിന്റെ വെറൈറ്റി ബോട്ടിൽസ് അതിൽ വരുന്നതാണ് അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ കുറച്ച് പുരാവസ്തുക്കളൊക്കെ ഉണ്ട്, ചെറിയ കളക്ഷൻ ഉണ്ട്. ഓക്കെ. പഴയ ഘടികാരം, പഴയ പണ്ടത്തെ കാസറ്റ് ഒക്കെ. ആ കാസറ്റ് അതിനകത്തുനിന്ന് ഇട്ട് കാണിക്കും, പാട്ട് കേട്ടില്ലെങ്കിലും അതിങ്ങനെ കണ്ടിട്ട് കുറെ കാലമായി. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ. ഒന്ന് പ്ലേ ബട്ടൺ കൂടെ കൊടുത്തു. ആ, അടിപൊളി. പാട്ട് കേട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടല്ലോ. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കാസറ്റ് ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കാണാൻ കാണാണ്ട്. അപ്പൊ നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ കണ്ടോട്ടാ. ഇത് പണ്ട് നമ്മളൊക്കെ സിനിമ കണ്ടിരുന്ന അതെ വീഡിയോ കാസറ്റ് ആണ് കേട്ടോ. ഇതാ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടിരുന്ന ഫ്ലോപ്പി. ഇത് പക്ഷെ കുറച്ച് പിള്ളേരെങ്കിലും കണ്ട് കാണുമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ പഴയ നമ്മുടെ ഫോണ് കറക്കി ഉപയോഗിച്ചിരുന്ന അതെ വെറ്റിലച്ചെല്ലോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. പഴയ കാർന്നവന്മാരൊക്കെ വെറ്റിലിട്ട് വെച്ചിരുന്ന സംഭവമാണിത്. പിന്നെ അതിലും പുരാതനമായിട്ടുള്ള സാധനം വേറെ ഉണ്ട്. ഇത് ഓലയാണ്, താളി ഓല അല്ലേ? ഇത് ശരിക്കും ആരുടെ ഓലയാ? ഇത് അച്ഛന്റെ ജാതകമാണ്. ഇത് സൗമ്യയുടെ അച്ഛന്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ജാതകമാണ് കേട്ടോ. ഇത് നമുക്കത് വായിക്കണമെങ്കിലൊക്കെ ചില അക്ഷരങ്ങളൊക്കെ നമുക്ക് അല്ലേ മനസ്സിലാവും. പിന്നെ പഴയ ലിപിയും അതെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു വ്യക്തമായിട്ട് നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ളവർ തന്നെ വായിക്കേണ്ടി വരും. പിന്നെ താഴെ ഇരിക്കുന്നത് ഇത് എന്താണ്? ഇത് നമ്മുടെ പണ്ട് ഇതുപോലെ ഗ്രാമഫോണിന്റെ പോലെ തന്നെ കുറച്ച് മോഡേൺ ആയിട്ട് ഇറങ്ങിയ ഒരു സാധനമാണ്. അതെ മറ്റേ ഡിസ്ക് പോലെ തന്നെ സംഭവം ഉപയോഗിച്ചിരുന്നത്. അതായത് നമ്മളിപ്പോ ഓരോ കാലഘട്ടത്തിൽ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഓരോരോ വരുമ്പോഴത്തേക്കും ഇത് ആ ഒരു ട്രെൻഡിലേക്ക് വന്നൊരു സംഭവം. ഒന്ന് തുറക്കാവോ? അതെ ഇങ്ങനെയായിരുന്നു അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാമഫോണിന്റെ തന്നെ ടെക്നിക്ക് തന്നെ വേറൊരു കുറച്ചുകൂടെ ആ ഒരു ഇതിലേക്ക് മോഡേൺ ആയിട്ട് വന്ന ഒരു ഇതാണ്. അതിന്റെ ഒരു സൗണ്ട് കൺട്രോൾ ചെയ്യുന്ന ബാസും ടൂൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു സാധനം. പിന്നെ നമ്മുടെ പഴയ കറക്കി വിളിക്കുന്ന ഫോൺ. ഹുക്ക അതെ. ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും രാജാക്കന്മാരോ അല്ല പ്രഭുക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നായിരിക്കാം. അതെ. പിന്നെ ഈ ഒരു ഫാനിന്റെ എന്താണ് പ്രത്യേകത? സോളാർ വെച്ച് ചെയ്യുന്ന സോളാർ ഫാനാണ്. അതെ സോളാർ വെച്ചിട്ട് ഇത് വേറെ ടൈപ്പിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ചെറിയൊരു ഇതെന്താ സംഭവം? ഓക്കെ. ഇതിങ്ങനെ ഹാൻഡിലായിട്ട് അത് ഉപയോഗിച്ചിട്ട് ഒരു ട്രാവലിംഗ് അല്ലേ? ട്രാവലിംഗ് അയൺ ബോക്സ് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ? പ്രസ് ചെയ്ത് വെക്കണം. അതെ. പിന്നെ ഏത് ഐറ്റംസ് ആണ് നമ്മുടെ ചിരട്ടയും PVC പൈപ്പും വെച്ചിട്ട് ചെയ്തതാണ്. അതിൽ മോൾഡിറ്റ് ക്ലേ ആണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അക്കറിൽ പെയിന്റ്. ഇത് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നൂലും. തീപ്പെട്ടിക്കോലാണ് അതിന്റെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ ബാക്കിൽ ഏതാണ്? ഇത് ക്ലേ ആണ്. ക്ലേ വെച്ച് നമ്മളത് ആ ഷേപ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ PVC പൈപ്പ് അല്ലേ? പകുതി മുറിച്ചെടുത്ത് താഴെ ചിരട്ട. ഇത് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റില് ഞാൻ കണ്ടിരുന്നു അല്ലേ? ശരിക്കും ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത്. ഇതും അതുപോലെ ചിരട്ട ഉപയോഗിച്ചിട്ട് ചെയ്താണ്. അടിയില് വളയാണ്, തബലയാണ്. അടിയിൽ വള വെച്ചിട്ട്
ഓക്കെ. ഇതെല്ലാം പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാലും കൊള്ളാം. ഇത് തെയ്യം അല്ലേ? തെയ്യത്തിൻ്റെയാണ്. ഇത് കഥകളി. ഏതാ വേഷമെന്ന് ചോദിച്ചെന്നായിരുന്നു പ്രശ്നമല്ലേ? വേണ്ട, വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. അതെ അതെ, പച്ച കളറുണ്ട് പച്ച പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ വേറെ അതിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നെറ്റിപ്പൊട്ടത്തിന്റെ കഥ പറഞ്ഞ പോലെ എല്ലാത്തിനും ഉണ്ടോ? നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യത്തെ പറ്റി നമ്മൾ കുറച്ച് പറഞ്ഞ്. അതെ അതെ. അല്ല എനിക്ക് ബൾബില് ചെയ്ത വെച്ചിട്ട് ചെയ്ത അതൊന്നും എടുക്കാവോ? നമ്മുടെ പഴയ ബൾബ് അതാണോ? CFL സാധാരണ. അത് ശരി. ഈ ബൾബാണ് ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുത്തത്. ഐസ്ക്രീം ബോളിന്റെ ബോളിന്റെ അല്ല, മറ്റേ ഐസ്ക്രീം കിട്ടുന്ന പാത്രത്തിന്റെ കപ്പ് അല്ല, കപ്പിന്റെ ഒരു അടപ്പ്. അതെ അതെ. അത് താഴെ സ്റ്റാൻഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ അങ്ങനെ ഇരുന്നോളൂ. അതാണ് ഇത്രയുള്ള കാര്യം. ഇത് നമ്മുടെ ഐസ്ക്രീം തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പ് പോലത്തെ കിട്ടൂല, അത് വെച്ചിട്ട് ചെയ്ത ഒരു. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ട് കപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ചരട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരാളോട് ചിരട്ടയുടെ പാണ്ടയും ഇത് പാണ്ട ഒരു പീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം മറ്റേ ഗ്ലാസ് പെയിന്റ് ആണ് അല്ലേ? ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്താണ് ഈ ബൈക്ക്. ഇത് ന്യൂസ് പേപ്പർ ആണല്ലേ? പിന്നെ ഇവിടെ ഒരു ഇത് ന്യൂസ് പേപ്പർ ആണ്, ആഫ്രിക്കൻ ഡോള് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ന്യൂസ് പേപ്പറിൽ ചെയ്ത ഒരു സംഭവമാണത്. പിന്നെ ഇവിടെ ഗണപതി, ബൾബിലെ ഗണപതി. ബൾബിലെ ഗണപതി എന്താ? കൊള്ളാം. ഇതൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. അതെ അതെ. കാരണം ബൾബാണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോഴേ നമുക്ക് ആ ഒരു ഐഡിയയിലേക്ക് നമ്മളത് മനസ്സിലാവുള്ളൂ. അത് വേറൊരു കാര്യം. ഈ മോൾഡിറ്റ് ക്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്ത് വെച്ചിട്ടും ഷേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഇത് അതുപോലെ തന്നെ മോൾഡിറ്റ് ക്ലേ ആണ്. ഇതിന്റെ മുകളിൽ ചിരട്ട വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുത്തുകൂടെ ചിരട്ടയാണ് അല്ലേ? അത് കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഫിറ്റ് ചെയ്ത്. പിന്നെ ഇത് ക്ലേ ആണ്. അതെ. ഓക്കെ. പിന്നെ ഇപ്പുറത്ത് എഗ് ഷെല്ല് മുട്ടയുടെ മുട്ടത്തോട് പൊട്ടിച്ച് ഒട്ടിച്ച് ആദ്യ സമയത്തുള്ള വർക്കുകൾ ഇതൊക്കെ. ഇതൊക്കെ ചിരട്ടയുടെ തണ്ണിമത്തൻ. അതെ അതെ. ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ. ഇത് ബൾബാണ്. ഇവിടെ ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വഞ്ചി ഗ്ലാസ്. ഓക്കെ. അതിനകത്തൊരു ഗ്ലാസ് ബോട്ടിലുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അതെ. അപ്പൊ അതിനകത്ത് നമ്മള് സൈഡിൽ മറ്റേ നമ്മുടെ കാർഡ്ബോർഡ് അല്ലേ, ഗം വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതും ബൾബ് വെച്ച് മറ്റൊരു ആന അല്ലേ? അതിന് പേരുണ്ടല്ലോ, പാമ്പാടി രാജൻ. പാമ്പാടി രാജനാണ് കേട്ടോ. കണ്ടില്ല? അതെ അതെ. നമ്മുടെ വീട്ടിലെ പാമ്പാടി രാജൻ. നമ്മുടെ വീട്ടിലെ പാമ്പാടി രാജൻ. അത്രേ. അതുപോലെ ബൾബ് വെച്ചിട്ട് തന്നെയാണ് ക്രിസ്മസ്. എല്ലാരും ഉണ്ട്. ഒരു മതസൗഹാർദ്ദത എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. നല്ല കാര്യം. ബൾബ് വെച്ചുള്ള പപ്പാഞ്ഞിയുണ്ട്. പിന്നെ ഇത് ചിരട്ട വെച്ചിട്ടുള്ള ഇതൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാലേ ചിരട്ട വെച്ചിട്ടുള്ള ആമയാണ് എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്ന് വാങ്ങിച്ചു വെച്ചു എന്നുള്ള ഒരു ഇതില് അങ്ങനത്തെ ഒരു സംഭവമാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ചെറിയൊരു സംഭവമാണെങ്കിൽ. പിന്നെ വേറൊരു വണ്ടുണ്ട് ഇവിടെ അല്ലേ? ബൾബ് വെച്ചിട്ടുള്ള ഒരു വണ്ട്. തേനീച്ച അല്ലേ? തേനീച്ചയും ബൾബാണ്. അതുപോലെ പിസ്തയുടെ ഷെല്ലാണിത്. പിസ്തയുടെ ഷെല്ലും ക്ലേയും. പിസ്ത. ഓക്കെ ഓക്കെ. നമ്മൾ പിസ്ത കഴിച്ചിട്ട് അതിന്റെ തോട് ദൂരെ കളഞ്ഞു, നിങ്ങൾ ശേഖരിച്ചു വെച്ചു. അത്രയുള്ള വ്യത്യാസം. താഴെ നമ്മൾ സിമെന്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഇരുന്നോളൂ. അതിന്റെ ഉള്ളില് കമ്പി വെച്ചിട്ടുണ്ട്. കമ്പി വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. ഇതെല്ലാം സ്പ്രേ പെയിന്റ് വർക്ക് ചെയ്യാനുള്ള ബോട്ടിൽസ്. ഓക്കെ, പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വർക്കിന് വേണ്ടി. അതുപോലെ പഴയ ഒരു പോട്ടാണ്, അതിലൊക്കെ അതിലൊക്കെ പെയിന്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് മുറിച്ച് നമ്മള് വൈറ്റ് സിമെന്റ് വെച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്ന. ഓക്കെ.
ഫ്ലവർ പോട്ട് പോലെ മോൾഡിറ്റ് ക്ലേ വർക്കാണ്. പിന്നെ ഇതുപോലെ ഫോട്ടോ ചെയ്ത് വെക്കും. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട്. അതല്ലേ നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമോ? പറ്റും പറ്റും പറ്റും. അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടാറുണ്ടോ? ഓർഡർ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വരുന്നുണ്ടല്ലേ? ഓക്കെ. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ അല്ലേ? കൂടുതൽ ഫോട്ടോ വർക്കാണ് കിട്ടുന്നത്. ഓക്കെ. വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ ഒക്കെ ബർത്ത്ഡേ അതുപോലത്തെ അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്യാനൊക്കെ ഒരു ഐഡിയ. അവിടെ ഇരുന്നോളും, പെട്ടെന്ന് കേടാകത്തില്ല, ചീത്തയായി പോകത്തില്ല. മഞ്ചാടിക്കുരു വെച്ചിട്ട് വേണം മറ്റത്. ഇത് മഞ്ചാടിക്കുരു വെച്ചിട്ട് ബോട്ടിലാട്ട്. മുകളിലത്തെ സംഭവമില്ല, ഇത് ട്യൂബ് ലൈറ്റ് ആണ്. ട്യൂബ് ലൈറ്റ് ഒക്കെ എല്ലാരും വലിച്ചെറിയാണല്ലോ. ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രസമായിട്ടിരിക്കും. അതെ അതെ. ഈ ട്യൂബിലായിട്ട് നമ്മളൊരു എന്താ പറയാ ഒരു കൂജ പോലത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ എല്ലാം കുത്തി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഭംഗിയാണ് അല്ലേ? ഇതേപോലെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു രീതി. ഒരുപാട് സംഭവങ്ങൾ പല കളറിൽ വെക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിരിക്കും. അതെ അതെ അതെ. ഈ വെഞ്ചാമരത്തിന് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മയിൽപീലിയൊക്കെ ഉള്ള അതിന്റെ ഒരു മോഡൽ ചെയ്ത്. വെഞ്ചാമരല്ല, ആലവട്ടം അല്ലെ? വെഞ്ചാമര ശരിക്കും പറഞ്ഞ ഒരു അതെ തൂവൽ പോലെ ഇങ്ങനെ വൈറ്റ് കളറില് ഒരു പറഞ്ഞതിലൊരു അബദ്ധം പറ്റിയപ്പോ ഇതാണ് കേട്ടോ, സോറി. പിന്നെ ഇത് ആലവട്ടമാണ് അല്ലേ? മയിൽപ്പീലി കൊണ്ടാ ചെയ്യുന്നത്. ഞാനിപ്പോ ഇതിന്റെ ഓക്കെ. ഇതില് ഫോട്ടോ വെച്ചിട്ട് എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതിന്റെ സെന്ററിൽ ഫോട്ടോ ആലവട്ടത്തിനകത്ത് ഫോട്ടോ വെച്ചിട്ട് ചെയ്യാനായിട്ട് ബീഫ്സ് അല്ലേ, അതില് ഫോട്ടോ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞോണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞത് നെറ്റിപ്പട്ട എല്ലാത്തിനും അതിന്റേതായ ഒരു കണക്കുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ നെറ്റിപ്പട്ടമൊക്കെ നമുക്ക് അതിന്റെ ഓർഡർ കിട്ടാറുണ്ടോ? ഓർഡർ ഉണ്ടല്ലേ? എങ്ങോട്ടൊക്കെയാ അതിന്റെ ഓർഡർ ശരിക്കും പറഞ്ഞപ്പോ? ഒരുമാതിരി എല്ലാ ജില്ലയിൽ നിന്നും വന്നിട്ടുണ്ട് ഓർഡർ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഓർഡർ അനുസരിച്ച് നെറ്റിപ്പട്ടങ്ങൾ സൗമ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള ടർക്കിയുടെയും കിനിയുടെ തൂവൽ വെച്ചിട്ട് ചെയ്താണ്. ഒരു തൂവൽ ഒഴിച്ചാൽ അതും നമ്മൾ ആത്താക്കുകയാണ്. സെന്ററിൽ CD വെച്ചിട്ട്. എന്റെ സെന്ററിൽ CD ഉണ്ട്. ഓക്കെ. CD വെച്ചിട്ട് ടർക്കിയുടെയും മറ്റേ ഗിനിയുടെയും തൂവലുകളാണ് അതിന്റെ സൈഡിൽ. അതെ, പ്രത്യേകിച്ച് ഡിസൈൻ നമ്മൾ കൊടുക്കേണ്ടത്. മയിൽപീലി പോലെ ഇരിക്കും ടർക്കിയുടെ തൂവലൊക്കെ. പിന്നെ നമ്മുടെ PSLV ഉണ്ട് അല്ലേ? ഇത് നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ്. ഏറ്റവും അടിയിൽ ഗ്ലാസ് ബോട്ടില്, പിന്നെ ഗ്ലാസ് ബോട്ടിൽ വരുന്ന കവറാണിത്. താഴെ ഗ്ലാസ് ബോട്ടിൽ വെക്കാൻ കാരണം വെയിറ്റ് താങ്ങാൻ വേണ്ടി. അതെ, വെക്കുമ്പോഴത്തേക്കും മറിഞ്ഞു പോകാതിരിക്കാൻ ഗ്ലാസ് വെച്ചത്. അതിന്റെ കവറുകളാണ് ഇത്. കനം കുറവാണ്. പിന്നെ അതിന്റെ കാർഡ്ബോർഡ് പീസും പിന്നെ ക്ലേയും ഇതൊക്കെ ചന്ദനത്തിരിയുടെ കവറാണ് സൈഡില്. ചന്ദനത്തിരിയുടെ കവർ. മിഷൻ മംഗള സിനിമ കണ്ടപ്പോ ആ ഒരു ഇതില് ചെയ്തു പോയതാ. ഇത് നമ്മള് ഈ AC TV ഒക്കെ മേടിക്കുമ്പോ കിട്ടുന്ന കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്താണ്. ഇത് സ്റ്റിക്ക് ചന്ദനത്തിരിയാണ്. ചൂണ്ട നൂലും പിന്നെ പെയിന്റ് അടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ബോട്ടിലാണ്. ബോട്ടില് പിയാനോ അല്ലേ? അതിന്റെ ചെയറും ബുക്കും. അതെ അതെ അതെ. അതിൽ ഏത് നോട്ടാണെന്നുള്ളത്. അതെ, ഏത് നോട്ടാണെന്നുള്ളത്. അതെ. ത്രെഡ് വർക്കുകളാണ് ആദ്യം നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു രീതിയാണ് അല്ലേ? വെറൈറ്റി 2 ത്രെഡും 3 ത്രെഡും കളർ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. പക്ഷെ നല്ലൊരു സമയമെടുക്കുന്ന ഒരു വർക്കാണ് അതല്ലേ? നല്ലൊരു പാറ്റേണിൽ കിട്ടുന്നത്. ഇത് നമ്മുടെ 2020 ഞാൻ ചെയ്തതാണ്, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട്. ഇതിന് ഇപ്പൊ ഓർഡർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാവുന്ന സംഭവം അല്ലേ? അതെ തന്നെ. നമ്മളിപ്പോ മറ്റേ പേപ്പർ കലണ്ടർ ആണെങ്കിൽ ആ വർഷം കഴിയുമ്പോൾ നമ്മളത് എടുത്ത് കളയും. ഇതാവുമ്പോ അവിടെ ഇരുന്നോളൂ. അതുപോലെ നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ. ഇത് പ്ലെയിൻ കലണ്ടർ. ഇതുപോലെ ഫോട്ടോ വർക്കാണ് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടും. പിന്നെ ബർത്ത്ഡേ വർക്കും അങ്ങനെയുള്ള ഓർഡറൊക്കെ കിട്ടാറുണ്ട് അല്ലേ? അപ്പൊ ഇതേപോലുള്ള ഗിഫ്റ്റുകള് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗമ്യയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണെങ്കിലും വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ. പ്രായമുള്ള അതെ ഷഷ്ടി പൂർത്തിയായെന്നാലും എന്താണെങ്കിലും അല്ലേ? ഈ കൊറോണയുടെ സമയത്ത് ചെയ്തൊരു വർക്കാണ്. ഓക്കെ വെരി ഗുഡ്. ഇത് കൊറോണ സ്പെഷ്യൽ. പിന്നെ ഇതുപോലെ വെറൈറ്റി ബോട്ടിൽസിന്റെ കളക്ഷൻ കിട്ടും എനിക്ക്. സെയിലിനുള്ളതല്ല.
ബോട്ടിൽ അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇതൊരു. ഇതിന്റെ മുകളിലൊരു ഭാഗം ഉണ്ട്, അത് കിട്ടിയില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതും ത്രെഡ് വർക്കിന്റെ വേറൊരു വർഷം. പിസ്തയുടെ ഷെല്ല്. ഇത് മറ്റേ പൈനാപ്പിളിന്റെ ഇതില് നമ്മുടെ ക്ലേ വെച്ചിട്ട് ചെയ്താണ്. ഇതിലൊക്കെ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ലൈറ്റിന്റെ ഉണ്ട്, അത് അവിടെയാ ലൈറ്റ്. ഇതിലൊക്കെ ലൈറ്റ് ഇട്ട നല്ലതാണ്, നല്ല ഭംഗിയായിരിക്കും അതൊക്കെ. ബുദ്ധൻ. ഇതും ഇതെന്ത് വെച്ചാൽ ഇതും പിസ്തയുടെ ഷെല്ല് തന്നെയാണ്. ഇത് നമ്മുടെ അക്വേറിയത്തിന്റെ സ്റ്റോണാ. സ്റ്റോൺ. ഓക്കെ. സെയിലായിട്ട്. ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ വെച്ച് നനച്ചിട്ട് ഉരുട്ടി ചെയ്യുന്നതാ. എന്നിട്ടത് ഒട്ടിച്ച് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കും. പെയിന്റും ലാസ്റ്റ് വാനിഷ് ചെയ്യും. പീകോക്ക് സ്റ്റിക്കർ, 3D സ്റ്റിക്കർ മേടിക്കാൻ അത് നമുക്ക് ആ ബോട്ടിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ പെയിന്റ് അടിച്ച ബോട്ടിലോ അല്ലെ അക്രിലിക് പെയിന്റ് അടിച്ച ബോട്ടിലോ. ബാക്കിലൊരു പടം ഉണ്ടല്ലോ അതിന് സ്റ്റിക്കർ. ഇത് 3D ആയിട്ടല്ലേ, അപ്പൊ അതിന്റെ അത് നമ്മള് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക്. അല്ല, ഇത് ഇങ്ങനെ തന്നെ സ്റ്റിക്കർ തന്നെ, നമ്മളങ്ങ് ഈ താഴ്ഭാഗം സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ തന്നെ സ്റ്റിക്കർ കിട്ടുന്നത്. ഇതിപ്പോ എനിക്ക് ഓർഡർ ഉണ്ട്, 10-16ഓളം ബോട്ടിൽ വന്നിട്ടുണ്ട്. ആണല്ലേ. ഇത് നമ്മുടെ ബബിൾസ് വെള്ളത്തിലിട്ട് അല്ലേ. ഇതെന്ത് റാന്തലായത്? ഇത് നമ്മളൊരു പുരാവസ്തു കടയിൽ നിന്ന് മേടിച്ചത് ഇങ്ങനെ കണ്ടപ്പോ. ഓക്കെ, നമുക്ക് ഈ ഒരു ടേസ്റ്റ് ആണല്ലോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു പൂജയാണ്. പെയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാനിപ്പോ ബ്ലാക്ക് പെയിന്റ് അടിച്ച് അതിലൊരു ഡിസൈൻ കൊടുത്തത്. പഴയൊരു ഭരണിയാണ്, ഭരണി ഒന്ന് പെയിന്റ് അടിച്ച് സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോൾഡ് ക്ലേ വെച്ചൊന്ന് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തു. ഇനി അതിൽ വർക്കുണ്ട്, പെയിന്റിംഗ് ഒക്കെ വരും. ഈ സൗമ്യക്ക് ബോട്ടിലുകൾ എവിടെ നിന്നാണ് സൗമ്യ അത് കൊണ്ടുവരുന്നത്? ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ചേട്ടൻ ഇത് കളക്ട് ചെയ്ത് കൊണ്ടേ തരും. അപ്പൊ അങ്ങനെ നല്ലൊരു സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ട് അല്ലെ. പുള്ളിക്കാരന് നല്ലൊരു ഐഡിയ ഉള്ള ആളാണ് അല്ലെ. സ്വാഭാവികമായിട്ട് ഇപ്പൊ സൗമ്യയുടെ ഈ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമല്ലേ. അതല്ലേ. അപ്പൊ ഇത് കൂടെ ഉള്ളത് അമ്മയാണല്ലേ, അതായത് ഹസ്ബൻഡ് ഹരിഹരന്റെ അമ്മയാണ്. അമ്മയുടെ പേരെന്താണ്? ശാന്താബി നായർ എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ ഐശ്വര്യമായിട്ടാണ് ഇത് പോകുന്നതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ അതെ. ഉദ്ഘാടനം ചെയ്തത് ഞാൻ തന്നെ. വെരി ഗുഡ്. പിന്നെ എല്ലാവിധ സപ്പോർട്ടും എന്നിൽ നിന്നുണ്ട്. അതെ അല്ലെ. ശരിക്കും പറഞ്ഞാല് ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാല്, അമ്മ അതിന് മുന്നിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞൊരു മാതൃകയാണ്. പല എനിക്ക് ചില കുടുംബങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പാരന്റ്സ് ഇതിനൊരു വിമുഖത ഉണ്ടാകും, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കും. ചിലർക്ക് ഭർത്താക്കന്മാർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും, ചിലർ ഭാര്യമാര്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരേ മനസ്സോടു കൂടി തന്നെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള അമ്മയുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, വളരെ വലുതാണ്. അപ്പൊ അതിന് അമ്മയ്ക്ക് ഇപ്പൊ നമ്മളുടെ ചാനലിന്റെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ കൂടെ ഉള്ളത് മോളുണ്ട് അല്ലേ. മോളുടെ പേരെന്താ കേട്ടാ? ദേവിക. ഇത് ഇവരുടെ മോളാണ്. മോന്റെ പേരെന്താണ്? അയ്യോ കേട്ടില്ല. ധൻവന്ത് ഹരിഹരൻ. അല്ല, അടിപൊളി പേരാണല്ലോ. അപ്പൊ ഇത് പിന്നെ ഹരിഹരൻ ചേട്ടൻ ഇപ്പൊ ജസ്റ്റ് വെളിയിലോട്ട് പോയി. ഓക്കെ, അപ്പോ ഹരിഹരൻ ചേട്ടനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കുടുംബത്തിന്റെ വിശേഷങ്ങള്. വെളിയിൽ നമ്മൾ വേറെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മള് ഫാം ഒരു 4 വർഷം മുമ്പ് ചെയ്തു തുടങ്ങിയതാണ്. ഫാം, പശു, ആട്, കോഴി എല്ലാ സംഭവം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതെ, നമ്മൾ ലോക്ക്ഡൌൺ ടൈമിലൊന്ന് നിർത്തി വെച്ചു. കഴിഞ്ഞിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഏതൊക്കെയാണ് ഫാമിലുള്ളത്? ഫാമിലുള്ളത് ഇപ്പൊ പശു, കോഴി, അലങ്കാര കോഴികള്, പിന്നെ ടർക്കി, ഗിനി, പ്രാവ്, ലവ് ബേർഡ്സ്, പിന്നെ അലങ്കാര മത്സ്യങ്ങള്. ഇവിടെ തന്നെ നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സൗമ്യയുടെ എല്ലാ വർക്കിനും സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത് ഹസ്ബൻഡാണ് അല്ലേ. ഹസ്ബൻഡിന്റെ പേരെന്ന് പറയാവോ? ഹരിഹരൻ. ഹരിഹരൻ എന്നാണ് പേര്. ഈ ഒരു ഐഡിയ ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു
ആണ് രണ്ടുപേരും കൂടുതൽ ഐഡിയ. അതല്ലേ. പിന്നെ വേറെ കാര്യം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. പരസ്പരം എന്താണെങ്കിലും നല്ല ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരു ബാക്കിലൊരു വള്ളം ഉണ്ടല്ലോ, അപ്പൊ അത് ശരിക്കും ഒറ്റ തടിയിൽ ചെയ്തേക്കുന്നത്, ആഞ്ഞിലയിൽ ചെയ്തിരിക്കുന്നതാണ്. ആഞ്ഞിലിൽ ചെയ്തിരിക്കുന്ന വള്ളമാണിത് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഫാമിൽ മറ്റ് എന്തൊക്കെയാണുള്ളത്? നമുക്കുണ്ട് പശുവുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ടർക്കിയുണ്ട്, ഗിനിയുണ്ട്, പിന്നെ പ്രാവുണ്ട്, പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, ഫിഞ്ചസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ തനി നാടൻ കോഴി കുഞ്ഞുങ്ങൾ, അടവിരിക്കുന്ന നാടൻ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. സെയിലുണ്ട്. അത് ടർക്കി അതെല്ലാം സെയിലാണ്. ടർക്കിയുടെ കുഞ്ഞുങ്ങൾ സെയിൽ ആയിട്ടില്ല, നമ്മൾ അടുത്ത ബാച്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മീൻ, അക്വേറിയം മീനുകൾ, അങ്ങനെ എല്ലാം സെയിൽ അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ വലിയ രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഈ ആക്സസറീസും ഇവിടെ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലേ. ഓക്കെ, നമ്മുടെ ഫാം ടൂറിസം ഫുൾ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു അഗ്രി നഴ്സറി, ഒരു മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു സെക്ഷൻ, അക്വേറിയം സെക്ഷൻ, പിന്നെ നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങളുടെ വിപണനം, ഇതെല്ലാം. പിന്നെ നമുക്ക് എന്താ വരുന്ന ഗസ്റ്റിനൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ബാർ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ നമ്മൾ ഒന്നുകൂടെ ഒരു വീഡിയോ എടുക്കേണ്ടി വരും. തീർച്ചയായും. ഓക്കെ, പശു ഏതാണ് നമ്മുടെ കയ്യിലുള്ളത്? ഗുജറാത്തിൽ നിന്ന് കൊടുക്കുന്ന ഗിറുണ്ട്, പിന്നെ വെച്ചൂരിന്റെ ക്രോസ് ഉണ്ട്, അതുകൂടാണ്ട് HF ഉണ്ട്, ജേഴ്സി ഉണ്ട്. ഇത്തരം പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അതിൽ കൂടുതൽ 13 പശുക്കൾ ഉണ്ടായിരുന്നു. അതിന്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു 19ഓളം ആടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് പണിക്കാരുടെ ലഭ്യത കൊണ്ടാണ് നമുക്ക് ഇത് കുറച്ച് കുറയ്ക്കേണ്ടി വന്നത്. അന്നേരമാണ് നമ്മൾ ഈ ഒരു ആശയത്തിലോട്ട് പോയി വന്നത്. മാത്രമല്ല പുള്ളിക്കാരിക്ക് ആ ഒരു ഐഡിയയും ഉള്ളപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ലൊരു തെരഞ്ഞെടുത്ത നിങ്ങൾ നല്ലൊരു മാർഗം തന്നെ എടുത്തു. കാരണം അത് നമ്മൾ അത് പൊളിച്ച് കളയാതെ തന്നെ അവിടെ ഇങ്ങനെ ഒരു ആട്ടിൻകൂട്ടിൽ ഒരു ആർട്ട് ഗ്യാലറി എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഒരു വെറൈറ്റി ഐഡിയ ആണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഷെയർ ചെയ്തത് സൗമ്യയുടെ ആർട്ട് ഗ്യാലറിയിലെ വിശേഷങ്ങൾ, അതായത് ഒരു ആട്ടിൻകൂട് ആർട്ട് ഗ്യാലറി ആക്കിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത്. സൗമ്യയുടെ കോൺടാക്ട് നമ്പർ പതിവ് പോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കരകൗശല വസ്തുക്കൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കൾ ഏതൊക്കെയാണോ അത് നിങ്ങൾക്ക് കൊറിയർ മുഖേന ആവശ്യപ്പെടാവുന്നതാണ്. മാത്രമല്ല സൗമ്യക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട്. അതിൻ്റെ പേര് ലോട്ടസ് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ്. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ഫാമിലിയായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. ആർട്ട് ഗ്യാലറി മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ജീവജാലങ്ങളും ഈ വീടിനോട് ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.